ഗോഡ് ബ്ലസ് ടു ഓൾ. എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു. അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു പുസ്തകമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. ഇയ്യോബ് അദ്ദേഹത്തിന് ജീവിതത്തിൽ വളരെയധികം കഷ്ടകാലവും പ്രയാസവും ഉണ്ടാകുന്നു. പിശാചിൻ കൊണ്ട് അദ്ദേഹത്തിനെ പരീക്ഷയിൽ അകപ്പെടുന്നു. ആ അകപ്പെടുത്തപ്പെടലുണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് ഉള്ളതെല്ലാ സമ്പത്തും കുഞ്ഞുങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ കാണുന്നു അദ്ദേഹത്തിന് അസാധ്യമായ ഒരു രോഗം അദ്ദേഹത്തിന് ബാധിച്ച് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും അദ്ദേഹത്തിന് ചൊറിയും ചിരങ്ങും പിടിച്ച് അദ്ദേഹം വളരെ കഷ്ടത്തിലായിത്തീരുന്നു. മാനസികമായിട്ടും ഭാവനാത്മകമായിട്ടും സമൂഹത്തിലും എല്ലായിടത്തും അദ്ദേഹം അപമാനിക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനെ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിയായിരുന്നു. ആ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് കോട്ടം തട്ടിക്കാൻ വേണ്ടി ഈ പറയുന്ന പിശാചിക ശക്തി അദ്ദേഹത്തിന് ചുറ്റിക്ക് വളഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട്. അത് എലിപ്പേജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തേമാനി എന്ന ഗ്രാമത്തിൽ നിന്ന് വന്നവനും, വിൽദത്ത് എന്ന് പറയുന്ന ഷൂഹി ഗ്രാമത്തിൽ നിന്ന് വരുന്നവനും, സോപ്പർ എന്ന് പറയുന്ന നമാത്തി ഗ്രാമത്തിൽ നിന്ന് വരുന്നവരും, ഈ 3 പേര് അദ്ദേഹത്തിൻ്റെ വലിയ അടുത്ത സുഹൃത്തായിരുന്നു. ഈ വ്യക്തികൾ അദ്ദേഹത്തിനെ അടുത്ത് ഈ സമയത്ത്, ഈ ബുദ്ധിമുട്ടുള്ള സമയത്ത് അദ്ദേഹം അവിടെ വരുന്നിട്ട് അദ്ദേഹത്തിന് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കഷ്ടകാലവും പ്രയാസവും കാണുമ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിനോട് ഈ പറയുന്ന വാക്കാണിത്. വെച്ചാൽ നീ നിഷ്കളങ്കനും നീ സത്യസന്ധനുമാണ്, പക്ഷെങ്കിൽ നിൻ്റെ അറിയാത്ത ചില തെറ്റുകൾ, ഗോപനീയമായ തെറ്റുകൾ നിന്നിൽ ഉള്ളിലുണ്ട്. ആ തെറ്റ് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാത്തിനും കാരണം. അതുകൊണ്ട് നീ അത് യഹോവയോട് പറഞ്ഞ് നീ അത് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പോഴാണ് അദ്ദേഹം ഈ വാക്കുകൾ പറയുന്നത്. നിൻ്റെ വായിൽ ചിരിയും അതോടൊപ്പം നിൻ്റെ അധരങ്ങളിൽ ജയഘോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നത്, ദൈവത്തെ സ്തുതിക്കുക എന്നാണ് എന്നെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാൻ പറയുന്നത്, അതായത് ശോകത്തിൽ നിൽക്കുന്ന സമയത്തും കഷ്ടകാലത്തിൽ നിൽക്കുന്ന സമയത്തും വിഷമഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തും നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടായിരിക്കണം. കണ്ണുനീരിൽ നിൽക്കുന്ന സമയത്തും നമ്മൾ യഹോവയെ ജയഘോഷം ചെയ്ത് നമ്മൾ സ്തുതിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് പഠിക്കണം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു പുനർസ്ഥാപനവും ഒരു ഉദ്ദേശശുദ്ധിയും നമ്മൾ കാണുന്നുണ്ട്. അതാ റിസ്റ്റോറേഷൻ എന്ന് അതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ സന്ദേശമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് യഹോവ പറയുന്ന ഈ പ്രകാരമാണ്. അതായത് രാത്രിയിൽ നിനക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇത് മൊത്തം പൂർണ്ണമായി തീർന്നു പോകും എന്ന് പറയുന്ന, അതായത് ഈ പദത്തിൽ പറയുന്ന പ്രകാരം അത് നിൻ്റെ വായിൽ ചിരി നിറക്കട്ടെ. നിൻ്റെ വായിൽ ചിരി നിറക്കട്ടെ. ആ ചിരി എന്ന് പറയുന്നത് വെറും ചിരിയല്ല, ഹൃദയത്തിൻ്റെ തൃപ്തികരമായ രീതിയിൽ മനസ്സ് പൊട്ടി തകർന്നിരിക്കുന്ന സമയത്ത് നീ അതിൽ ആ ചിരി കൊണ്ട് നിന്നെ തന്നെ സൗഖ്യപ്രാപിക്കുക. അതാണ് ആ ചിരി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ചിരി കൊണ്ട് ദൈവം നമ്മളുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നമ്മൾക്ക് നൽകുന്നു. ഇതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. നമുക്ക് സങ്കീർത്തനം 30:5 ഇത് പറയുന്നുണ്ട്. കരയുന്നതിൻ്റെ രാത്രിയിൽ നമ്മൾ രാത്രിയിൽ കരയുന്നവർ പകലാവുമ്പോഴത്തേക്ക് നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് ആനന്ദത്തിലേക്ക് മാറുന്നു. അപ്പം ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടകാലവും പ്രയാസവും വരുമ്പോൾ നമ്മൾ വ്യതിചലിക്കാതെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലിക്കാതെ, നമ്മൾ ദൈവത്തിനെ നമ്മുടെ അതരം കണ്ട്, നമ്മുടെ വായിൻ്റെ ചിരി കണ്ട് നമ്മൾ
അദ്ദേഹത്തിനെ ജയഘോഷം ചെയ്തുകൊണ്ട് നമ്മൾ അതായത് ആ താങ്ക്സ് പറഞ്ഞുകൊണ്ട് സ്തുതി ചെയ്തുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിനെ നമ്മൾ മഹത്വപ്പെടുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കത്തുള്ളൂ. ആ പരീക്ഷയാണ് ഇയ്യോബിൻ്റെ നിന്ന് നമ്മൾ എടുക്കുന്നതായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. വിശ്വാസികളുടെ ശക്തികൾ അദ്ദേഹത്തിനെ വലങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിനെ പരീക്ഷ ഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ യഹോവയെ അദ്ദേഹത്തിനെ ഒരു ദൈവവിശ്വാസിയാണെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെ ആ കഷ്ടത്തിലും അദ്ദേഹം പരീക്ഷയിൽ അകപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വചനം പ്രകാരം അദ്ദേഹത്തിൻ്റെ വായിൽ ചിരിയും അധരങ്ങളിൽ ജയഘോഷവുമാക്കി ആനന്ദവും സന്തോഷവുമാക്കിക്കൊണ്ട് അദ്ദേഹം പിശാചിനെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം ദൈവത്തിൻ്റെ മുൻപിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ. തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സങ്കീർത്തനം 126 സങ്കീർത്തനത്തിൽ 3 വാക്യത്തിൽ ഇതേ പറയുന്നു, യഹോവ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ആനന്ദിക്കപ്പെടുന്നു. അപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ യഹോവ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കൂടി ആനന്ദിക്കുവാണ് വേണ്ടത്. ഈ വചനം പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരട്ടെ. ഈ ബിൽദദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് ഉണ്ടായ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇത് മനസ്സുകൊണ്ടങ്ങ് ധരിച്ചു, അതായത് ഇയ്യോബിൻ്റെ ദുഃഖങ്ങൾ അദ്ദേഹത്തിൻ്റെ പാപത്തിൻ്റെ പരിണാമമായിട്ട് ഉണ്ടാകുന്ന കഷ്ടകാലങ്ങളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ഇത് മനസ്സിലാക്കിയില്ല, അതായത് യഹോവയാൽ ഇത് പരീക്ഷപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെ വന്നത് ഇപ്പോൾ യഹോവയുടെ സ്വാതന്ത്ര്യവും രഹസ്യത്തിനെ പറ്റി അദ്ദേഹത്തിന് ഉള്ള അറിവെന്ന് പറയാൻ വളരെ പരിമിതമായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദുഃഖത്തിൽ നമുക്ക് ഓരോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖം ഒരു പാപം കൊണ്ടുണ്ടാകുന്ന കാരണങ്ങളല്ല. നേരെ മറിച്ചോ അത് നമ്മളൊരു ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ പരീക്ഷയിൽ അകപ്പെടുന്നതിൻ്റെ ഒരു അവസരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പരീക്ഷയിൽ അകപ്പെടുന്ന അവസരങ്ങൾ നമുക്ക് കിട്ടുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഒരു കുഞ്ഞിനെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ കുഞ്ഞ് കരയുന്നു, പക്ഷേ അത് മാതാപിതാക്കൾ അത് ചിരിക്കുന്നു. എന്താണെന്നറിയാം, അവർക്കറിയാം ഈ ഇഞ്ചക്ഷൻ കൊണ്ട് ആ കുഞ്ഞിന് അസുഖങ്ങൾ ഭേദപ്പെടുമെന്നറിയാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞും ചിരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വേദനയിൽ കൂടെ നമുക്ക് ആ കുഞ്ഞിന് ഉണ്ടാകുന്ന പ്രയാസം, ആ സമയത്തെ പ്രയാസം പിന്നീട് അത് ചിരിയിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്ന ഒരു പൂവ് കിളിക്കുന്നതിന് മുൻപ് അതിൻ്റെ മൊട്ടായിരുന്നു. ആ മൊട്ടിൽ കിളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തുമാത്രം സുന്ദരമായ കളർഫുള്ളായിട്ടുള്ള ഇതളുകളുണ്ടെന്നും അത് കിളിക്കുമ്പോൾ എത്ര സുന്ദരമായി തീരുമെന്നും ഉള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അതേസമയം അത് കിളിച്ച് മുൻപിൽ വരുമ്പോൾ അതിൻ്റെ ആ സുന്ദരത്തെ, അതിൻ്റെ ആ ബ്യൂട്ടിഫുൾനെസ് നമുക്ക് കാണുമ്പോൾ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകുന്നു. അത് അപ്പോൾ മനസ്സിലാകണം, ഈ അതായത് ഇപ്പോൾ പൂവിൻ്റെ മൊട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മൾ ആ മുട്ടിനെ പോലെ നമ്മുടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അത് പ്രയാസങ്ങൾക്ക് ശേഷം അത് കിളിച്ചു വരുമ്പോൾ നമുക്ക് അതൊരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ അവസരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പൂവിൻ്റെ ഉദാഹരണത്തോടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ഒരു വിശ്വാസിയായി തീരുമ്പോൾ നമ്മൾ പലവട്ടവും കരയുമ്പോൾ, നമ്മൾ പ്രയാസഘട്ടത്തിൽ കരയുമ്പോൾ, അപ്പോൾ നമ്മൾ യഹോവയിൽ അത്രമാത്രം കാര്യമായ നമുക്ക് അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ആ അനുഭവത്തിൽ കൂടെ നമുക്ക് ജീവൻ രക്ഷിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ആ അനുഭവത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ വിഷമഘട്ടവും പ്രയാസവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് നമ്മളെ തന്നെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജീവനെ സ്തുതിച്ച് കൊണ്ട് നമ്മൾ മഹത്വപ്പെടുത്തി നമ്മുടെ ജീവനെ പരിവർത്തനം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. ഇന്നത്തെ ഈ വചനത്തിൽ കൂടെ ഉണ്ടാകാൻ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, യഹോവ ദുഃഖത്തിൽ കൂടെ നമുക്ക്
നമുക്ക് ഒരു കണ്ണുനീര് നമ്മുടെ ഒരു ഒരു സ്ഥായിയായ ഒരു വ്യവസ്ഥയല്ല. നേരെ മറിച്ച് നമുക്ക് ആനന്ദമാണ് അതിൽ കൂടി സ്ഥായിയായിട്ട് നമുക്ക് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ യഹോവ നമ്മളെ ഈ കഷ്ടത്തിലും പ്രയാസത്തിലും നമ്മളെ ചിരികൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് യഹോവ തിരിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുക, നമ്മളിപ്പോൾ ഈ ഒരു വിശ്വാസി നസ്രാണി എത്രമാത്രം വിശ്വാസത്തിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നോ അത്രമാത്രം നമ്മൾ പരീക്ഷയിൽ അകപ്പെട്ടു നമ്മൾ യഹോവയിൽ നമ്മൾ പൂർണ്ണ വിശ്വാസത്തിലേക്ക് ഉറച്ച് നമ്മൾ സൗഖ്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ വരുമ്പോൾ യഹോവയുടെ ഇറ്റർണൽ ലൈഫിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ യോഹന്നായുടെ പുസ്തകത്തിൽ 16 അധ്യായം 20 വാക്യത്തിൽ ഈ പ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ശോകങ്ങൾ ആനന്ദമായിട്ട് തീരട്ടെ എന്ന് നമ്മളെ അവിടെ വച്ച് പഠിപ്പിക്കുന്നു. നമ്മുടെ ശോകങ്ങൾ ആനന്ദമായി തീരട്ടെ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വചനം നമുക്ക് ഈ ഇയ്യോബിൻ്റെ പുസ്തകം 8 അധ്യായം 21 വാക്യത്തിൽ എന്ത് പറയുന്നു? നിൻ്റെ വായിൽ ചിരികളും നിൻ്റെ അതരങ്ങളിൽ ജയഘോഷങ്ങളും ഉണ്ടായിത്തീരട്ടെ എന്ന് പറയുന്ന ആ വചനങ്ങൾ സത്യമായി തീരുവാൻ വേണ്ടി നമുക്ക് ഇയ്യോബിന് എങ്ങനെ സത്യമായി തീർന്നു അതുപോലെ തന്നെ നമ്മൾ ആ പരീക്ഷയിൽ അകപ്പെട്ട് നമ്മൾ യഹോവയിലേക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ പരീക്ഷയിൽ അകപ്പെടുത്തി നമ്മൾ ഒരു വിറ്റ്നസ്സായി മാറുവാനായിട്ട് നമ്മൾ സാധിക്കും.